ഹലോ ഗൈസ്, രാവിലെ ഉറക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ദേ വീടിനകത്ത് ഇതുപോലെ വെള്ളം വീഴുന്നു കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാർപ്പറ്റ് ഫുള്ള് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതോ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങണത് നമ്മൾ കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ള അതേ ഭാഗത്തൂടെയാണ്. ടി വിക്കുള്ള പ്ലഗ്, വൈഫൈക്കുള്ള കണക്ഷൻ, അതുപോലെ ഹാളിലേക്കുള്ള ലൈറ്റ് എല്ലാം ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മോന് ടി വി വെക്കണ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അവൻ്റെ ഇവിടെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക, അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞ് മെയിൻ സ്വിച്ച് അങ്ങ് ഓഫാക്കി. പക്ഷേ എന്നാലും എവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലായേ ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് മഴ പെയ്യുന്നത് കൊണ്ട് ടെറസിൽ കൂടെ വെള്ളം ചോരുന്നതായിരിക്കുന്നു. പക്ഷേ കതക് തുറന്ന് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. മഴയല്ല, നമ്മൾ ടെറസിൻ്റെ മുകളിൽ 2 വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിനായിട്ട്. ആ ടാങ്കിൻ്റെ അവിടെ ഒരു ഓവർഫ്ലോയ്ക്ക് വേണ്ടി ഒരു വലിയ പൈപ്പുണ്ട്. ആ പൈപ്പ് തുരുമ്പ് കയറി, അതായത് അതുപോലെ വെയിലായതുകൊണ്ട് തുരുമ്പ് കയറി അത് പൊട്ടിപ്പോയത് കൊണ്ട് ഈ ഒരു പൈപ്പിൽ കൂടെ 2 ടാങ്കിലെ വെള്ളം ടെറസിലേക്ക് വീഴുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3rd ഫ്ലോർ ആയതുകൊണ്ട് ടെറസിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ വീടിനകത്തോട്ട് അഫക്റ്റ് ചെയ്യും കേട്ടോ. അത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഇതുപോലെ വെള്ളം വീഴുന്ന അവസ്ഥയാണെങ്കിലും നമ്മളെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും കേട്ടോ. ടെറസിൻ്റെ കാൽഭാഗത്തോളം നല്ലപോലെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും. ഞാൻ ഒന്ന് നടന്ന് നോക്കിയപ്പോൾ മനസ്സിലായി അത്യാവശ്യം കാല് മുങ്ങിപ്പോകാൻ പാകത്തിന് വെള്ളം ഉണ്ടായിരുന്നേ. പിന്നെ നല്ലപോലെ പായലൊക്കെ കൂടി കിടന്നത് കൊണ്ട് വെള്ളവും കൂടെ വീഴുമ്പോൾ വീഴാനായിട്ടുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ ഇത് കൂടുതൽ അവസ്ഥയായി വെള്ളം നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ചേട്ടായിനെ വിളിച്ച് പറഞ്ഞു കേട്ടോ. വെയിൽ കൊണ്ട് തള്ളനെ വെള്ളം വറ്റാനുള്ളൊരവസ്ഥയില്ലായിരുന്നു, കാരണം പിന്നെയും വെള്ളം വീണുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയ ചേട്ടായിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു, ചേട്ടായി വന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് എങ്ങനെയും ഒന്ന് ഒഴിവാക്കണമല്ലോ. അങ്ങനെ പുള്ളി വന്ന് കറണ്ടൊക്കെ ഓൺ ചെയ്ത് എന്താണ് ടെറസിലെ പ്രശ്നം എന്ന് പോയി നോക്കി. അപ്പോഴായിരുന്നു കേട്ടോ ഈ പൈപ്പ് പൊട്ടിക്കിടന്നത് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ മെയിൻ വെള്ളത്തിനുള്ള കണക്ഷൻ ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തു. കാരണം വെള്ളം ഒരുപാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ, വെള്ളത്തിൻ്റെ വില നമുക്കറിയാമല്ലോ. അങ്ങനെ അവിടുത്തെ ഇതെല്ലാം ഓഫ് ചെയ്ത് ചേട്ടായി പുറത്തോട്ട് വന്നത് അവസാനം നമ്മുടെ ടെറസിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. വെള്ളമൊക്കെ ഏകദേശം തോർന്നു തുടങ്ങി. പിന്നെ റൂമിനകത്ത് വന്ന് ചേട്ടായി വാക്വം ക്ലീനർ വെച്ച് നമ്മുടെ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇപ്പോൾ അകത്തെ വെള്ളമൊക്കെ ഒരുമാതിരി കുറഞ്ഞു കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്.